നമസ്കാരം. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മഹാകുംഭമേള സമാപിക്കും. മാധ്യമ സംഘങ്ങൾ അവിടെ തമ്പടിച്ചു കഴിഞ്ഞിരിക്കുന്നു. വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. 6 വർഷത്തിനിടയിൽ 12 വർഷത്തിനൊരിക്കൽ 140 വർഷത്തിനൊരിക്കൽ നടക്കുന്ന ഈ കുംഭമേളയെ മഹാകുംഭമേളയാക്കുവാൻ വേണ്ടി കൃത്യമായ പങ്കുവഹിച്ചവർ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. അവർ തെരുവിലൂടെ നഗ്നരായി നടന്നുകൊണ്ട് ദേഹത്ത് ചാരം വാരി പൂശി ഭസ്മം വാരി പൂശി തങ്ങളുടെ രോമം നീട്ടി വളർത്തി അവർ ലോക ജനശ്രദ്ധ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് കുംഭമേളയെ മഹാകുംഭമേള ആക്കി. 144 വർഷങ്ങൾക്ക് മുൻപ് നടന്ന മഹാകുംഭമേളയുടെ റിപ്പോർട്ടുകളിൽ നിന്നും ഇപ്പോഴേക്ക് വന്ന ഈ കുംഭമേളയിലേക്ക് വരുമ്പോൾ ഇതേ സമൂഹങ്ങൾക്ക് അവിടെ നിന്നും എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നുള്ളത് നോക്കുക. ഇല്ല, കാര്യമായ ഒരു മാറ്റവും അവർക്ക് ഉണ്ടായിട്ടില്ല. കാരണം അന്ന് തുണിയില്ലാതെ തെരുവിൽ കൂടി നടന്ന അതേ ആളുകൾ, കുംഭമേളയുടെ പേരിൽ നടന്ന അതേ ആളുകൾ തന്നെയാണ് ഇന്നും നഗ്നരായി ഇതുപോലെ നടക്കുന്നത്. അവർ തന്നെയാണ് ഭസ്മം വാരി പൂശി വികൃത വേഷധാരികളായി ഇതുവഴി നടക്കുന്നത്. ഇവിടെ എങ്ങും നമുക്ക് ഉന്നത കുലജാതരെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളെ കാണുവാനേ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവർ നഗ്നരായി നടക്കാൻ തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് അവർ അവരുടെ ദേഹത്ത് ഇതുപോലെ ഭസ്മം അല്ലെങ്കിൽ ചാരം വാരിപ്പൂശി നടക്കാത്തത്? എന്തുകൊണ്ടാണ് അവർ ഇതുപോലെ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിലേക്ക് സ്വന്തം ശരീരത്തെ ഇട്ടുകൊടുക്കാത്തത്? ഇപ്പോഴും മറ്റുള്ള ആളുകളിൽ നിന്നും തൊട്ട് ഇടപഴകി ഭക്ഷണം കഴിക്കുവാനോ കൂട്ടുകൂടുവാനോ മടിയുള്ള അവർ ത്രിവേണി സംഗമത്തിലേക്ക് ജനലക്ഷങ്ങളെ കുളിക്കുവാൻ വേണ്ടി ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനുവേണ്ടി ഇറക്കി വിടുന്നത് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെയാണ്. എത്തരത്തിലാണ് അവർക്കത് സാധിക്കുന്നത്? കാരണം ചിന്താശേഷിയില്ലാത്ത സമൂഹങ്ങളായി അവരെ നിലനിർത്തുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും രസകരമായ ദിവ്യ അനുഭവമായി അവർക്ക് മുമ്പിലേക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ കാലങ്ങളായി പറഞ്ഞു കൊടുത്തു പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മറുവായനയ്ക്ക് വേണ്ടി അവരെ പ്രേരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള വിദ്യാഭ്യാസം ലഭിക്കണം. അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്തതാണ് ഇതിൽ ഭൂരിഭാഗം ആളുകളും. കാരണം കഴിഞ്ഞതിന് നമ്മളത് എപ്പോൾ പറയുമ്പോഴും നിഷേധിക്കാനായിട്ട് അവർക്ക് ഒരുപാട് സോഴ്സുകൾ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ അനുകൂല റിപ്പോർട്ടുകൾ കടന്നു വരുന്നവർ തയ്യാറാക്കുന്നത്, അനുകൂലമായ റിപ്പോർട്ടുകളെ തയ്യാറാക്കി എടുക്കുന്നത് പോലും ഇവിടുത്തെ സവർണ സമൂഹങ്ങൾ ആയിരുന്നു. അവരിൽ നിന്നും ഉള്ള റിപ്പോർട്ടുകളാണ് കടന്നു വരുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് റിപ്പോർട്ടുകൾ ഇവരുടെ വായിച്ചിട്ടുണ്ട്. മരിച്ചു പോകുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ദേഹി പോകുന്നത്, ആത്മാവ് വിട്ടുപോകുന്നതും ആ ആത്മാവ് പോയി അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുന്നതുമായിട്ടുള്ള പിക്ചർ സഹിതം ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇറക്കിയ ആളുകളുടെ സർനെയിമുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്കറിയാം അവർ ഏത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ്. അവരാരും ഇവിടുത്തെ സബാൾട്ടൻ സമൂഹത്തിൽ നിന്നുള്ളവർ ആയിരുന്നില്ല. അഥവാ ഏതെങ്കിലും സബാൾട്ടൻ സമൂഹത്തിൽ നിന്നുള്ളവർ ആണെങ്കിൽ അവർ തീർച്ചയായും വിധേയ സ്വഭാവമുള്ള അടിമ മനോഭാവം ഉള്ള ആളുകളായിരുന്നു. തീവ്ര ഹിന്ദു സമൂഹങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയായിരുന്നു. ത്രിവേണി സംഗമം മറ്റൊന്ന് സോക്കോൾഡ് കൊട്ടിക്കഷിക്കപ്പെട്ട ത്രിവേണി സംഗമമാണ്. എനിക്ക് തോന്നുന്നില്ല ലോകത്ത് മറ്റൊരിടത്തും കാണില്ല. ഇവിടെ മാത്രമാണ് അദൃശ്യമായ ഒരു നദി ഒഴുകി വരുന്നുണ്ടെന്നും ആ നദിയുടെ ഒഴുക്കി വരവിൻ്റെ ഭാഗമായി മറ്റു നദികളിലെല്ലാം തന്നെ ആ സമയത്ത് വെള്ളം കൂടുകയും സീ ലെവലിൽ അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് ഇന്ത്യയിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള സയൻറ്റിസ്റ്റുകളുടെ കണ്ടെത്തലിൽ കണ്ടിട്ടുണ്ട്. E=mc²നെ Om=mc² അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം പഠനങ്ങൾ വളരെ കൃത്യമായി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ തലകളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. മറിച്ച് മറ്റ് വിദ്യാഭ്യാസങ്ങൾ അവർക്ക് കൊടുത്തിട്ടില്ല. നമ്മളിത് നേരത്തെ വിശ്വസിക്കില്ലായിരുന്നു, പക്ഷെ നമുക്കിപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് വിശ്വസിക്കാം. കാരണം മൊണോലിസ എന്ന ഇൻഡോർകാരി പെൺകുട്ടി മാല വിൽക്കുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അവളുടെ നാട്ടിൽ സ്കൂളില്ല എന്നും അവൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്നും പറഞ്ഞിരുന്നു. ഒരു ദന്തഗോപുര റാണിയായിരുന്നില്ല, അന്തഃപുരങ്ങളിൽ നിന്നോ അഗ്രഹാരങ്ങളിൽ നിന്നോ ആയിരുന്നില്ല മൊണോലിസ കടന്നു വന്നത് തദ്ദേശ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നു തന്നെയായിരുന്നു. എൻ്റെ നാട്ടിൽ സ്കൂളില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ലോകം കേട്ടു. പക്ഷേ മഹാകുംഭമേള ഒരുക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ നിരവധി മൊണോലിസമാരും അവരുടെ കുടുംബാംഗങ്ങളും പുതപ്പ് വിൽക്കുവാനും മാല വിൽക്കുവാൻ വേണ്ടിയും ഭസ്മം വിൽക്കുവാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വന്നിരുന്നു. അവരൊക്കെയും സ്കൂളിൻ്റെ റെറ്റിനയ്ക്ക് പിന്നിൽ നിലനിൽക്കുന്ന മനുഷ്യരായിരുന്നു. പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏതെങ്കിലും വ്യക്തികൾ അവിടെ പോയ ഭക്തജനങ്ങൾ ഇതുപോലെ
കുളിച്ചപ്പോഴോ എന്തെങ്കിലും തരത്തിലുള്ള മലിനീകരണം അവർക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ? ഇത് പ്രധാനമായിട്ടും ഇത്തരം ഒരു ചോദ്യം എന്നോട് ചോദിച്ചത് ശ്രീജിത്ത് പണിക്കരാണ്. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതൊരു ചർച്ചയിൽ ഞങ്ങളോട് പൊതുവായി ചോദിച്ചതാണ്. ഞാനും ദിനുവയിലും ഒക്കെ ഉൾപ്പെട്ട ഒരു ചർച്ചയിൽ പൊതുവായിട്ട് ചോദിച്ചതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരം എന്നൊരു വിഭാഗം ആൾക്കാർ പറയുന്നു? എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ ഇതുപോലെ ഇത്തരത്തിൽ ഞങ്ങളുടെ ദേഹം അവിടെ പോയി കുളിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടായി? ഇപ്പം ഈ അടുത്ത് CK വിനീതിനെ പോലെ ഉള്ളവരൊക്കെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ ദേഹത്ത് ചൊറി വരുമെന്ന് ഭയന്ന് ഞാൻ അതിന് തയ്യാറായില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ അവിടെ അത്തരത്തിലുള്ള റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്? ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ആരായിരിക്കണം റിപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടുത്തെ പത്രമാധ്യമങ്ങളൊക്കെ തന്നെയും ആരുടെ കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത്? അങ്ങനെയുള്ള ഒരു നാട്ടിൽ വന്നതുകൊണ്ട് ആരാണ് നിജസ്ഥിതി പുറത്തു പറയുക? ഇനി അഥവാ പുറത്തു പറയണമെങ്കിൽ തന്നെ അവരുടെ ഉള്ളിൽ ആഴത്തിൽ അടങ്ങിയിട്ടുള്ള ഭക്തി അടിമത്തം കൊണ്ട് അവരത് പറയുവാൻ തയ്യാറാകുമോ? ഒരിക്കലും തയ്യാറാവില്ല. ചിക്കൻ പോക്സ് പോലെയുള്ള വസൂരി പോലെയുള്ള രോഗങ്ങളെ വരെ അമ്മ വിളയാട്ടമായും ആ രോഗം ബാധിക്കുന്നവരെ ദേവീ സങ്കല്പത്തോടെ കരുതുകയും അവർക്ക് അതിന് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുത്തുകൊണ്ടും അവരെ ദൈവമായി കരുതുകയും അത്തരത്തിലുള്ളൊരു സമൂഹത്തിൽ റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ അതിനെതിരെ ഒന്നും പറയില്ല. കഴിഞ്ഞ ദിവസം ദിനുവയിൽ തന്നെ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു, തൂക്കം പോലെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ദേഹത്ത് കുത്തിത്തുളയ്ക്കുന്ന മനുഷ്യരാരും തന്നെ ഞങ്ങൾക്ക് അതൊരു പരുക്കാണെന്ന് അവരാരും അവകാശപ്പെടില്ല. ഭക്തിയുടെ പേരിൽ യാതൊന്നും തന്നെ അവകാശപ്പെട്ടുകൊണ്ട് വരില്ല. ഞങ്ങൾക്ക് അവിടെ അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്ന് വെച്ചുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും നടക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഒരുമിച്ച് നിന്ന് കുളിക്കുന്നതാണ്, ഒരുമിച്ച് പലതരത്തിലുള്ള അസുഖങ്ങളുള്ളവർ കടന്നു വരുന്നതാണ്. തീർച്ചയായിട്ടും മലിനീകരണ പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള നിരവധി പഠനങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്ന് തന്നെയുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പഠനങ്ങൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയെല്ലാം മറിച്ച് വിടുന്ന തരത്തിലുള്ള PR വർക്കുകൾ നടന്നിട്ടുണ്ട്. നിരവധി യൂട്യൂബ് ബ്ലോഗേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. പെയ്ഡ് ചാനൽ അടക്കമുള്ളവർ അവിടെ ചെന്നിട്ടുണ്ട്. അതല്ലാതെ സ്വത്വബോധമുള്ള ആളുകളും അവിടെ ചെന്നുകൊണ്ട് വമ്പൻ പ്രചരണം നടത്തുമ്പോൾ അതിനൊക്കെ ഇടയ്ക്ക് ഡബിളുകളുടെ ഇരട്ടി ഈ ശബ്ദം പുറത്തു വന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു സംഭവം, ഒരു കാര്യം നിങ്ങൾ കേൾക്കുകയുള്ളൂ. തുഫാന് മുമ്പിൽ ഇളങ്കാറ്റിന് എന്ത് കാര്യമിരിക്കുന്നു? നമ്മൾ പറയുന്നതൊന്നും ഇവിടെ എത്തുകയേയില്ല. ഒന്ന് യാഥാർത്ഥ്യമാണ്. ഭൂരിപക്ഷം വരുന്ന ഉയർന്ന ജാതി സമൂഹങ്ങൾ എന്ന് പറയപ്പെടുന്ന ആൾക്കാർക്ക് ഇത്തരത്തിൽ ഈ മേളയുടെ നീളം കൂട്ടുന്നതിൽ യാതൊരു റോളും ഇല്ല. അത് പൂർണ്ണമായും SC ST OBC വിഭാഗങ്ങൾക്ക് കൃത്യമായി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ നഗ്നത പ്രദർശനവുമായി നടക്കുന്ന ആളുകളും അവർ തന്നെയാണ്. അല്ലാത്ത ആളുകൾ ആരും തന്നെ അതിന് തയ്യാറായിട്ടില്ല. ഉണ്ടെങ്കിൽ അത് മറ്റ് ക്രിറ്റിസിസം വരാതിരിക്കുവാൻ വേണ്ടി മാത്രം ഒറ്റപ്പെട്ട ആളുകളെ അവർ അവിടെ വെച്ചിട്ടുണ്ടതല്ലാതെ ഭൂരിഭാഗവും ഇങ്ങനെയുള്ള ആളുകൾ മാത്രമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ വാതായനങ്ങൾ അവരിലേക്ക് തുറന്നു കൊടുത്തിട്ടില്ല. ഇത് 1-2 ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയയല്ല. ഓൾ ഓവർ ഇന്ത്യ പല സ്റ്റേറ്റുകളിലും, മിക്കവാറും ഇത്തരത്തിലുള്ള സ്റ്റേറ്റുകളിൽ, പ്രത്യേകിച്ചും നോർത്തേൺ സ്റ്റേറ്റുകളിൽ എല്ലാം തന്നെ നമുക്ക് കാണാവുന്നതാണ്. പലതരത്തിലുള്ള ഫ്രഞ്ച് ബെനിഫിറ്റുകൾ അവർക്ക് ഇട്ടുകൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതായത് ബസ്സിനകത്ത് സ്ത്രീകൾക്ക് പകുതി വണ്ടിക്കൂലി നൽകിയാൽ മതി. അതുപോലെ ഭക്ഷണ സാധനങ്ങൾ വീടുകളിൽ, പ്രത്യേകിച്ചും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വീടുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക. പെട്ടെന്ന് എളുപ്പത്തിൽ അവർക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം അത് ഒക്കെ തന്നെ ഒരു റേഷൻ സമ്പ്രദായം വളരെ കൃത്യമായിട്ടുണ്ട്. അത് കൃത്യമായി നടത്തിയാൽ മാത്രം മതി. അവിടെ നിന്നും പൗരർക്കുള്ള അവകാശമാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ തന്നെ ഭക്തിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സ്വാമിമാരുടെയോ സ്വാമിനിമാരുടെയോ ഒക്കെ പേരുമായി ചേർത്തുകൊണ്ട് അവരുടെ ഇന്ന ദിവസങ്ങളിൽ ഇത് നടത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് വളരെ മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരത് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ആരാണോ കൊടുക്കുന്നത് അവരോട് അവർ വിധേയപ്പെട്ടിരിക്കും. ആരുടെ പേരിലാണോ കിട്ടിയിരിക്കുന്നത് അവരോട് അടിമപ്പെട്ടിരിക്കും. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പോരുന്നു. അത് നിലനിർത്താതെ അത് മറികടന്നൊരു സമ്പ്രദായം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമാക്കി അവരെ പുനരധിവസിപ്പിക്കേണ്ട കാര്യമുണ്ട്. അത്തരത്തിലുള്ളൊരു പഠന പ്രക്രിയ ഇവിടെ നടക്കുന്നില്ല. കാരണം ഇതുപോലെയുള്ള ആളുകളെ ഇവിടെ ഇങ്ങനെ നിലനിർത്തണം. അങ്ങനെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഭക്തിയുടെ പാരമ്യത്തിൽ അവരെ നിലനിർത്തിക്കൊണ്ട് അവരെ ഓരോ ദൈവിക സങ്കല്പവുമായി കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ അവർ മറ്റൊന്നും ചിന്തിക്കുകയില്ല. 140 വർഷത്തിന് ശേഷവും കുംഭമേളയെ മഹാകുംഭമേളയാക്കുവാൻ സാധിച്ചതിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ്. മറ്റൊന്ന് ശക്തമായ PR വർക്കുകളാണ്. ശക്തമായ PR വർക്കുകൾ എന്ന് പറയുമ്പോൾ വളരെ ഏറ്റവും സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ അവിടെ എത്തുന്നു. ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ 2 തരത്തിലെത്തുന്നവരുണ്ട്. സെലിബ്രിറ്റികളെ ഇൻവൈറ്റ് ചെയ്തെത്തുന്നതുമുണ്ട്. അതുപോലെ തന്നെ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളെ
അവിടെ എത്തുന്നത് വളരെ കൃത്യമായ രീതിയിൽ അതിന് വേണ്ട വിധത്തിലുള്ള എക്സ്പോഷർ എല്ലാ മാധ്യമങ്ങൾ വഴി നൽകുക, ഓൺലൈൻ മാധ്യമങ്ങൾ വഴി നൽകുക, യൂട്യൂബ് ചാനലുകൾക്ക് ഏറ്റെടുത്തുകൊണ്ട് അത് പ്രചരിപ്പിക്കുമ്പോൾ ഈ വിദ്യാഭ്യാസം തീരെയില്ലാത്ത മനുഷ്യർ ഞങ്ങൾ അവിടെ പോയില്ലെങ്കിൽ അത് എന്തോ വലിയൊരു തെറ്റാണെന്നും അങ്ങോട്ട് ചെല്ലണം എന്നുള്ള മനുഷ്യരുടെ ആ ഒരു വൈകാരിക താല്പര്യത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ വിലക്കെടുത്തുകൊണ്ടാണ് ഇതിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്. ഇനി മറ്റൊന്ന്, അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ഭക്തി ഇടങ്ങൾ, ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം സ്ഥലങ്ങളിലേക്ക് കുംഭമേളയെ പറ്റിയുള്ള പഠനങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നടത്തിക്കൊണ്ടും അതിന് മുമ്പായി തന്നെ മാതൃപിതൃ പൂജ പോലെയുള്ള കാര്യങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട്. സ്കൂളുകളിൽ മാതൃപിതൃ പൂജ നടത്തുകയും ബ്രഹ്മകുമാരി സംഘം പോലെയുള്ളവരൊക്കെ മാതൃപിതൃ പൂജയൊക്കെ സ്കൂളുകളിൽ നടത്തുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലാണ് അത് നടത്തിയിരിക്കുന്നത്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിൻ്റെ അത്യാവശ്യ ഉത്തരവാദിത്വം എന്താണ്, എങ്ങനെയാണ് മക്കൾ എങ്ങനെയാണ് മാതാപിതാക്കളോട് സ്നേഹിച്ചിരിക്കുന്നത്, തിരിച്ചെങ്ങനെയാണ് അവർ റെസ്പെക്ട് ചെയ്യുന്നത് മാത്രമേ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ മനുഷ്യരെ തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ ഹിന്ദുത്വ അജണ്ടയ്ക്കകത്ത് നിലനിർത്തുവാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ് അകത്തൊക്കെ കൊണ്ടുവരുന്നത്. ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യയിലെ ഒട്ടുഭാഗക്കാലും സ്കൂളുകൾക്കകത്തൊക്കെ മാതൃപിതൃ പൂജ നടത്തുകയും അന്നേ ദിവസം മാതാവും കുഞ്ഞുങ്ങളുമെല്ലാം പൊട്ടിക്കരയുകയാണ് ചെയ്തത്. കുഞ്ഞുങ്ങളെല്ലാം വളരെ ആഴത്തിൽ അമ്മയെ വിട്ടുകൊണ്ട് കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്രയും ഇമോഷനെ ശക്തമായിട്ട് വിലക്കെടുത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. മാതാവിനെ ദുർഗാദേവിയോട് സങ്കല്പിച്ചുകൊണ്ടാണ്, സരസ്വതി ദേവിയോടും സങ്കല്പിച്ചുകൊണ്ട് നാരീശക്തി അല്ലെങ്കിൽ വുമൺ എംപവർമെൻറ്റ് പറയുന്നത് ഇത്തരം ദൈവസങ്കല്പങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് വളരെ കുഞ്ഞിലെ അവരുടെ ഉള്ളിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇവരെ നേരത്തെ മാനസികമായി ഇതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവരൊരാളും തന്നെ നിങ്ങൾ കുംഭമേളയ്ക്ക് പോകണമെന്നോ കുംഭമേളയ്ക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് അപകടം പറ്റുമെന്നോ പറയുന്നില്ല. പക്ഷേ പോകുന്ന തരത്തിലേക്കുള്ള ഒരു തല അവിടെ സംജാതം ആക്കി വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞത് വന്നപ്പോൾ അതിലേക്ക് വഴി വിട്ടുപോയായിരുന്നു. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചും ആളുകളെ കൂടുതലായി ക്യാൻവാസ് ചെയ്തുകൊണ്ട് തികച്ചും സൗജന്യമായി തന്നെ അവരെ അവിടെ എത്തിക്കുന്നു. എല്ലാ നാട്ടിൽ നിന്നും ഉള്ള ആളുകളെ ട്രെയിൻ സർവീസ് വഴിയും ബസ് വഴിയും ഒക്കെ അവർക്ക് വേണ്ട ഭക്ഷണ ചിലവുകളും വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു യാത്രയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കുംഭമേള ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ് ഇത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ആളുകളും വിശ്വാസികളാണ്. ആ വിശ്വാസികളിൽ കൂടുതൽ ആളുകളും അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. അവരെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാതെ മറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഇല്ലാതെ അവർ അനുസരിക്കുകയും വളരെ കൃത്യമായി അതിൻ്റെ ഒപ്പം അവർ സഞ്ചരിക്കുകയും ചെയ്യും. വീണ്ടും എടുത്തു പറയുന്നു, കുംഭമേളയ്ക്ക് നിങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എന്തെങ്കിലും ചെയ്യും എന്നവർ പറയുന്നില്ല, ഭീഷണിപ്പെടുത്തുന്നില്ല. മറിച്ച് അതിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു തരം ലഹരി, ഭക്തി എന്ന ലഹരി അവരിൽ ഇറ്റിച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഞാനും അത്തരമൊരു വിഭാഗത്തിൽ നിന്നും വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്, വിദ്യാഭ്യാസപരമായി ഉയർന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകൾ കണ്ടാൽ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും വീണ്ടും വീണ്ടും ഇരയാക്കപ്പെടുന്നത് എൻ്റെയൊക്കെ തന്നെ സമൂഹങ്ങളാണല്ലോ എന്നുള്ളതിൽ കൃത്യമായ വേദന എനിക്കുണ്ട്. അടുത്ത 144 വർഷം കഴിയുമ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്ന് എപ്പോഴും നമ്മൾ കക്കാടിൻ്റെ കവിത പറയുന്നത് പോലെ പറയാം. പക്ഷേ ഈ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമേ ഇല്ല. ആരെന്നും എന്തെന്നും അന്നും വഴിയിൽ തുണിയില്ലാതെ ഇതുപോലെ ഭസ്മം വാരിപ്പൂശി നടക്കുന്നവർ ആരായിരിക്കും? തീർച്ചയായും അത് അന്നത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ തന്നെയായിരിക്കും. യാതൊരു മാറ്റവുമില്ല. ഇനി മറ്റൊരു കാര്യം കൂടി, വളരെ കൃത്യമായ മലിനീകരണ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളും ഇല്ല എന്നൊക്കെ അവർ ഉറപ്പുവരുത്തി തന്നിട്ടുണ്ട്. ഇത്തരം നിരവധി പിക്ചറുകൾ കാണുന്നുണ്ട്. ആ പിക്ചർ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇവിടെ നിന്ന് പോയിട്ടുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ അവിടെ പോയി നിൽക്കുന്ന അത്തരം സ്ഥലങ്ങളിൽ അവർ പോയി നിന്നിട്ടുള്ള പിക്ചറുകളാണ് അവർ വിടുന്നത്. അവർ പറയുന്ന റിപ്പോർട്ടുകളാണ് കൊണ്ടുവരുന്നത്. അതായത് പണ്ട് മനുസ്മൃതിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ബ്രാഹ്മണർക്ക് ഇത്ര വീടുകളിൽ കയറണം, അവർക്ക് നിങ്ങൾ കഴിക്കുവാനായിട്ടുള്ള അവർക്കുള്ള ദക്ഷിണ കൊടുക്കണം, ഇല്ലെങ്കിൽ ബ്രാഹ്മണ ശാപം ഉണ്ടാകുമെന്ന്. ആരാണ് എഴുതിയത്? ഇവിടുത്തെ ഏതെങ്കിലും സബാൾട്ടൻ സമൂഹമാണ് അത് എഴുതിയത്. അത് വേണ്ടിയ ആൾക്കാർ തന്നെ ഞങ്ങൾക്കിത് വേണമെന്ന് അവരെഴുതിയെടുത്തു. അതിൻ്റെ ഫലം അവരിപ്പോഴും അനുഭവിക്കുന്നു. അതുപോലെ തന്നെ ഇവിടമെല്ലാം ശുചിത്വമുള്ളതാണെന്നും ഇവിടെ എങ്ങും മാലിന്യമില്ല എന്നും ഒക്കെ
പറഞ്ഞു നടക്കുന്നത് ആരാണ്? ഇത്തരം റിപ്പോർട്ടുകൾ എവിടെ നിന്നാണ്, ഏത് സോഴ്സിൽ നിന്നാണ് വരുന്നത്? ഇനി അല്ലാത്ത സോഴ്സുകൾ ഇവിടെ എത്തുന്നുണ്ടോ? ഇല്ല. എത്രത്തോളം വെളിച്ചം കാണുന്നുണ്ട്? ഇനി ഇപ്പോൾ ഞാനീ പറയുന്നത് പുറത്തു വരികയാണെങ്കിൽ എനിക്ക് വിശ്വസിക്കാം. ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. പൊതുവിൽ മാലിന്യം നിരവധിയായി കണ്ട ആളുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പലതിനും അനുമതി കിട്ടാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ നിരവധിയായ വീഡിയോകൾ, അതുപോലെ മാലിന്യം, അതുപോലെ മനുഷ്യ വിസർജ്യം അവിടെ കിടക്കുന്നതും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് തന്നെ ഒരു കൃത്യമായ കൺട്രോളുണ്ട്. അതായത് സോഷ്യൽ മീഡിയയുടെ നമ്മളിടുന്നത് പലപ്പോഴും അവർ പബ്ലിഷ് ചെയ്ത് കിട്ടുന്നുമില്ല. എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും റെഗുലേറ്ററി സംവിധാനം ഇതിനുണ്ടോ? അല്ലെങ്കിൽ മതവികാരം വ്രണപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർക്ക് മുറിപ്പെടും എന്നുള്ളത് കൊണ്ടാണോ? എത്ര വ്രണപ്പെടുമ്പോഴും മുറിപ്പെടുമ്പോഴും ഒരു സമൂഹത്തെ തീർത്തും അന്ധകാരത്തിലേക്ക് നിർത്തി വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അവരെ മാത്രം ഇത്തരത്തിലുള്ള കോമാളിവേഷം കെട്ടിക്കുന്നത് ചോദിക്കാനായിട്ട് ഒരു മനുഷ്യജീവി എന്നുള്ള നിലയിൽ, പ്രപഞ്ചത്തിലെ ഒരു മനുഷ്യജീവി എന്ന നിലയിൽ എനിക്കുള്ള അവകാശം എടുത്തുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അത് കണക്കിലെടുക്കണമെന്നാണ് ഇത്തരം റെഗുലേറ്ററി സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവയോട് ആവശ്യപ്പെടുന്നത്. ഇനി മിക്ക സ്ഥലങ്ങളിലും ഇന്ത്യയിൽ പലയിടങ്ങളിലും വിസർജ്യങ്ങൾ, അതുപോലെ മനുഷ്യ വിസർജ്യങ്ങൾ അല്ലെങ്കിൽ ആനിമൽസ് ചത്തു വീഴുന്നതും ഒക്കെ കിടക്കുന്നത് കാണാം. അവ എപ്പോഴും എന്തുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് എന്താണോ? വൃത്തിഹീനമായി കിടക്കുന്നവ വൃത്തിയാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയല്ല എന്ന് ചിന്തിക്കുന്ന ഇവിടുത്തെ ഒരു വിഭാഗം ഉയർന്ന ജാതി എന്ന് പറയപ്പെടുന്ന സമൂഹങ്ങൾ വിശ്വസിക്കുന്നു. അവർ അത് തൊടില്ല. ഇനി അത് ഏത് മേളയിലായാലും, എത്ര വലിയ മേളയിലായാലും, അവിടെ അത് ക്ലീൻ ആക്കാതെ കിടക്കുന്ന പിക്ചറുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കുക, അത് ക്ലീൻ ചെയ്യുവാനായി അടിസ്ഥാന ജനവിഭാഗങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ടാണ് അവർ മാത്രമാണ് അത് വിൽക്കുന്നത്, സഫായി വാലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഇതുവരെയും ഇതിനുവേണ്ടി ഒരു മെക്കനൈസ്ഡ് സംവിധാനം കൊണ്ടുവരാത്തതും ഒക്കെ ഇത് ചെയ്യേണ്ടത് ആരാണ് എന്ന് ഇവിടെ ഓൾറെഡി എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ട്. അവർ മാത്രമാണ് അത് ചെയ്യേണ്ടത്. അതിന് ഏത് കുംഭമേളയിലായാലും ഏത് കാർണിവലിലായാലും മാലിന്യ കൂമ്പാരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുക. ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ദൃശ്യപരത. കാരണം അടുത്തോട്ട് പോലും അടുപ്പിക്കാതെ നിർത്തുന്ന ഇന്നത്തെ കാലത്ത് കൃത്യമായ അൺടച്ചബിലിറ്റി നേരിട്ട് പ്രാക്ടീസ് ചെയ്താൽ പണിഷബിൾ ആകുന്നത് കൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള സാംസ്കാരിക വിവേചനം അനുഭവിക്കുന്ന സമൂഹങ്ങളെ തന്നെയാണ് കൂട്ടുചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു മേള നടത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാമൂഹിക അംഗീകാരം അവർ എൻജോയ് ചെയ്യുക ചെയ്യും. കാര്യം അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു ബോധ്യത്തിലേക്ക് അവർ തല വളർന്നിട്ടില്ല. തീരും. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മടങ്ങി വരിക. നിങ്ങളുടെ മാല വിൽപ്പന, പുതപ്പ് വിൽപ്പന, ഓട കഴുകൽ ഇവയിലേക്കൊക്കെ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവിടേക്ക് തന്നെയാണ് എത്തേണ്ടത്. ഇനി 144 വർഷത്തിന് ശേഷം നിങ്ങളുടെ തലമുറ വീണ്ടും അന്നും ഇതേപോലെ തന്നെ പോകുന്നുണ്ടായിരിക്കും. ചില എണ്ണം പറഞ്ഞ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്തിരിക്കും. നിങ്ങൾ തന്നെയാണെന്ന് അവരെ തല്ലണം. താങ്ക് യു.